ഹായ് ഓൾ. ഇന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. BSc ഫിസിക്സ് അതുപോലെ BSc കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർക്ക് അല്ലെ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് PSc ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഫിംഗർ പ്രിന്റ് സെർച്ചർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് ഉള്ള ഒരു വേക്കൻസിയാണത്. അപ്പം ആ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് PSc പുറത്തുവിട്ടിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു 2 ഡേയ്സിനുള്ളിൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അപ്ലൈൻ്റെ ലാസ്റ്റ് ഡേറ്റ് 4/9/2024 ആണ്. 4/9/2024 മുന്നായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം. മെസ്സേജ് പ്രൊഫൈലിൽ വരുന്ന ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഈ പുതിയ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതുമായിട്ട് അല്ലെ ലാസ്റ്റ് ടൈമിൽ ഉള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ തന്നെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് നമുക്ക് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നുള്ളതാണ്. സ്കെയിൽ ഓഫ് പേ വന്നിട്ട് നല്ല ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. 43,400 മുതൽ 91,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നത്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. നിലവിൽ വേക്കൻസി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് കാരണമുണ്ട്, അത് നമുക്ക് പറയാം. എന്തായാലും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നും PSc ഇപ്രാവശ്യം ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ബേസിക് ആയിട്ട് ഓർക്കുക, BSc ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി ആണ് പറയുന്നത്. പിന്നെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ്, ഒരു വിഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. അത് ഡിസ്റ്റൻറ്റ് വിഷനും നിയർ വിഷനും എന്തൊക്കെയാണ് എത്രയൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഉള്ളൊരു കാര്യം. അത് വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഗ്ലാസസ് ഇല്ലാണ്ട് തന്നെ ഈ ഒരു വിഷൻ ഇത് ചെയ്യണം. നമുക്കറിയാം ആ പോസ്റ്റിന്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം അല്ലേ, ഫിംഗർ പ്രിന്റ് സെർച്ചർ ആണ്, വിരലടയാള വിദഗ്ധൻ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്താണ്, വിത്തൗട്ട് ഗ്ലാസ് ഒരു വിഷനും സാധനങ്ങളും ഒക്കെ നമുക്ക് അവിടെ മസ്റ്റ് ആണ്. അതുകൊണ്ട് അവർ അത് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഹൈറ്റോ അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ സാധനങ്ങളൊന്നും പറയുന്നില്ല. വിഷനാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് PSc എന്തൊക്കെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ PSc തന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. അതുകൊണ്ട് ആലോചിക്കുക, BSc കെമിസ്ട്രി ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ BSc ഫിസിക്സും ഉണ്ട്. അപ്പോൾ ഇത് BSc ഫിസിക്സ് ഇലക്ട്രോണിക്സ്, BSc ഇലക്ട്രോണിക്സും പറ്റും. അതുപോലെ തന്നെ BSc പോളിമർ കെമിസ്ട്രി, അതുപോലെ BSc B.Ed ഫിസിക്കൽ സയൻസ്, അത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. അതുപോലെ BSc MSc ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി, ആ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എടുത്തവർക്കും പറ്റും. അതുപോലെ തന്നെ ഒരു കോഴ്സ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രി, ബാച്ചിലർ ഓഫ് സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രി. ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആകാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ഹയർ ഓർ ഇക്വലൻ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അത് എവിടെ വരെയാണ്, അതിൻ്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആലോചിക്കുക, 2022 1/8/2022 ലാസ്റ്റ് ടൈം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഓക്കെ, 22 വന്നെങ്കിൽ ഒരു 3 വർഷത്തേക്ക് ഇതിൻ്റെ കാലാവധി കാണേണ്ടതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2025 ഈ നിലവിലെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. അതായത് ഇപ്പോഴും ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. നിലവിൽ പോയേക്കുന്ന അഡ്വൈസ് 13 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇനിയും അഡ്വൈസുകൾ പോകാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ 2023 12-ാം മാസം എന്താണ് ലാസ്റ്റ് അഡ്വൈസ് പോയതാണ്, അത് കഴിഞ്ഞ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് അഡ്വൈസുകളോട് എന്തായാലും പോകും. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു നമ്പർ വേക്കൻസി ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യമാണ്. എക്സാം നമുക്കിതൊരു ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമും പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 2025 ഒരു മിഡോടുകൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പറയാൻ കാര്യം, PSc ഇപ്പോൾ വളരെ സ്പീഡി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് വരേണ്ട എക്സാമുകളൊക്കെ ഇപ്പോൾ വരുന്നത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരും. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന തൊട്ടടുത്ത് തന്നെ അല്ലെ, അതിനോട് ചേർന്ന് തന്നെ എന്ത് വരാനുമുള്ള സാധ്യതയുണ്ട്, അടുത്തൊരു എക്സാമും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക്
നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണെങ്കിൽ കുറേ പേരെങ്കിലും അറിയാം, കുറേ പേരെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണിത്. അപ്പം അങ്ങനെ കാത്തിരിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം സെറ്റാണ്. നിങ്ങൾക്കറിയാം സിലബസും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ വെബിനാറിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കയറി കാണുക. നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇർഫാന മിസ്സും ഷൈമ മിസ്സോടാണ് ആ ഒരു വെബിനാർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് സെറ്റാണ്. നമുക്കറിയാം കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ, IT ആൻഡ് സൈബർ ലോ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റാണ്. അതുപോലെ നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ് പോകുന്നത്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്, ഒരു നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് സമാനമായിട്ടുള്ള ഒരു ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റെക്കോർഡ് ക്ലാസ് ആയിട്ട് കാണുകയും ചെയ്യാം. അപ്പം ബോത്ത് ലൈവ് ക്ലാസ്സിൻ്റെയും റെക്കോർഡ് ക്ലാസ്സിൻ്റെയും ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പം പിന്നെ കൂടാതെ തന്നെ എൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും, ക്ലാസ് ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും എല്ലാം ഉൾപ്പെട്ട ഒരു പാക്കേജാണ്. നിങ്ങൾക്കൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനും ഉള്ള അവസരമുണ്ട്. നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടൊരു ഫുൾ ടൈം മെൻറ്റർ നിങ്ങൾക്ക് കാണും ആ ഗ്രൂപ്പിൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം അടങ്ങിയ ഒരു പാക്കേജ്, അതായത് മുൻനിരയിൽ എത്താൻ വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ എത്രയും വേഗം എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ നമ്മൾ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ വരുന്ന ആ ഒരു പോയിന്റിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്, മറന്നു പോകരുത്. അപ്പം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.